ചെറിയൊരു കുറച്ച് ചെക്കന്മാര് കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അവർ ചെയ്ത് കൂട്ടിയെന്നാണ് മൊത്തം. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളതിലേക്ക് മുഴുകിയിരുന്ന് പോവുക. ഇതിന്റെ കോസ്റ്റ് എത്രയെന്ന് പറയാം ഏകദേശം. ഞാൻ എന്തായപ്പോ 1 ലക്ഷം രൂപയ്ക്കാണ് ഈ സിനിമ ഉണ്ടാക്കി വെച്ചത്. ആദിക്ക് സത്യം പറഞ്ഞൊരു സിനിമ എടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നായകൻ വിശ്വജിത്ത് നമ്മുടെ ഫാനാക്കി ഒറിജിനൽ റഷ്യ വരുന്നുണ്ട്. പിള്ളേരെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. കുറെ ആയിട്ടുണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിം. ലൈക്ക് കുറെ പേര് സജസ്റ്റ് ചെയ്യുന്നത് ക്ലാസിക്കാ. ലൈക്ക് ആദ്യം ചെയ്തിട്ടുള്ള നമുക്കറിയുന്ന തന്നെയാണ്. കുറച്ച് പേരെ ഇത് റെഫറൻസ് ചെയ്യുന്നത് കണ്ടേ പറ്റുള്ളൂ. നല്ലതാണ്. കാരണം ചെറിയൊരു കുറച്ച് ചെക്കന്മാർ കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല അവർ ചെയ്ത് കൂട്ടിയെന്നാണ് മൊത്തത്തിൽ എല്ലാവരും പറയുന്നത്. സോ ലെറ്റ്സ് വാച്ച് റൈറ്റ്. നമുക്ക് എല്ലാവരും കൂടി ഒന്ന് കണ്ടു നോക്കാം, പറഞ്ഞു നോക്കാം അല്ലേ. ആദിത്യ കൃഷ്ണ ഫിലിം വിശ്വജിത്ത് നായകനാണല്ല. പക, ദൈവങ്ങളെ പോലും ഇരുളിലാക്കുന്ന അന്ധകാരം. പ്രായത്തെയോ കാലത്തെയോ മാനിക്കാത്ത ആ അന്ധകാരത്തെ യൗവനത്തോടൊപ്പം വളർത്തിയ 2 പേർ, ഡാമിയൻ, എഡ്മണ്ട്. സ്വാതന്ത്ര്യമില്ലാത്ത ഈ അന്ധകാരത്തിന്റെ കഥ തുടങ്ങുന്നത് 1947-ലാണ്. സ്വാതന്ത്ര്യാനന്തരം കയറ്റുമതി നിലച്ച കുരുമുളകിന് കരിക്കട്ടയുടെ വില പോലും ഇല്ലാതായ കാലം. തകർന്നു പോയ കച്ചവടത്തിൽ ഒരു തിരിച്ചുവരവിന് ആയുസില്ലാതെ സെബാസ്റ്റ്യൻ ലൂക്ക് എന്ന വാണിജ്യാധികാരൻ മരണപ്പെട്ട അതേ ദിവസം 2 കുഞ്ഞുങ്ങൾ അവിടെ ജനിക്കുന്നു, ഐസക്, വിക്ടർ. സെബാസ്റ്റ്യന്റെ മക്കൾ. സെബാസ്റ്റ്യൻ വീണുപോയ ദാരിദ്ര്യത്തിലേക്ക് അവർ ഒന്നിച്ചാണ് കണ്ണു തുറന്നത്. ലോകം അവർക്ക് മുന്നിൽ ഒരു വലിയ ശൂന്യതയായിരുന്നു. ഒന്നുമില്ലായ്മയുടെ ശൂന്യതയിൽ നിന്നും ഏതു മാർഗത്തിലൂടെയും അധികാരവും പണവും നേടിയെടുക്കുക എന്ന മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി ആയുധക്കടത്തിന്റെയും കള്ളക്കടത്തിന്റെയും ഇരുണ്ട വഴികളിലേക്ക് അവർ തിരിഞ്ഞു. അവരുടെ കരങ്ങൾ കറുത്തപ്പോൾ ആ കൈകളിലേക്ക് പണം ഒഴുകി. എതിർക്കാനും തടുക്കാനും ആരും ഭയക്കുന്ന വിധം അവർ ഒരു പുതിയ ലോകം തന്നെ കെട്ടിപ്പടുത്തു. അതിർത്തികൾ കടന്ന് പല രാജ്യങ്ങളിലേക്കും അവർ ബിസിനസ് വ്യാപിപ്പിച്ചു. ഒരിക്കൽ ഒരു ബിസിനസ് ഡീലിനായി റഷ്യയിൽ പോയ വിക്ടർ മടങ്ങിയെത്തിയത് ഉള്ളിലൊരു പ്രണയം കൊണ്ടുകൂടിയായിരുന്നു, എലീന. ജീവിതത്തിന്റെ മറ്റൊരു മുഖം അവൾ അവന് കാണിച്ചു കൊടുത്തു. എലീനയ്ക്കൊപ്പം ആ ജീവിതത്തിന് വേണ്ടി വെട്ടിപ്പിടിച്ചതെല്ലാം ഉപേക്ഷിച്ച് ഐസക്കിന്റെ എതിർപ്പിനെയും അവഗണിച്ച് വിക്ടർ റഷ്യയിലേക്ക് കൂടുമായി. വിക്ടർ ഇല്ലാതെ ഐസക് തന്റെ ബിസിനസ് ലോകം 10 മടങ്ങ് ശക്തമാക്കി. അവന്റെ ജീവിതത്തിലും ഒരു പെൺകുട്ടി കടന്നു വന്നു, മറീന. ഒടുവിൽ ക്യാൻസറിന് കീഴടങ്ങുന്നതിന് മുൻപ് ഐസക്കിന്റെ ആ ലോകത്തിന് അവകാശിയായി അവൾ അവനൊരു മകനെ നൽകിയിരുന്നു, ഡാമിയൻ ഐസക്. ഐസക്കിന്റെ പിൻഗാമിയായി ഡാമിയൻ വളർന്നു. കാലങ്ങൾ കടന്നുപോയി. ഒരു നാൾ ഐസക്കിന്റെ മുന്നിൽ സഹായത്തിനായി ഒരു അച്ഛനും മകനും വന്നു നിന്നു, വിക്ടറും മകൻ എഡ്മണ്ടും. നേർവഴിക്കുള്ള ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന സഹോദരനെയല്ല ഐസക് ശ്രദ്ധിച്ചത്, തന്റെ മകന്റെ സമപ്രായക്കാരനായ എഡ്മണ്ടിനെയാണ്. വിക്ടർ ഉപേക്ഷിച്ചു പോയതൊക്കെ വീണ്ടെടുക്കാനുള്ള വ്യഗ്രത ഐസക് എഡ്മണ്ടിന്റെ കണ്ണുകളിൽ കണ്ടു. ഡാമിയന്റെ അധികാരത്തിന് എഡ്മണ്ട് ഒരു തടസ്സമാകുമെന്ന് ഭയന്ന ഐസക് അതിനിടെ വരാതിരിക്കാൻ
അവരെ അവിടെ നിന്നും പുറത്താക്കി. റഷ്യയിലേക്ക് മടങ്ങാനാകാതെ വിക്ടറിനും എഡ്മണ്ടിനും നാട്ടിൽ തന്നെ തുടരേണ്ടി വന്നു. തകർച്ചയ്ക്കുമേൽ തകർച്ചകൾ. ഒടുവിൽ മരണവും വിക്ടറെ തേടിയെത്തി. തന്റെ 15-ാം വയസ്സിൽ അച്ഛന് നഷ്ടമായ എഡ്മണ്ടിന് ഇന്ത്യ പോലൊരു രാജ്യത്ത് ജീവിതം കഠിനമായിരുന്നു. പിടിച്ചു നിൽക്കാൻ മറ്റു വഴികളില്ലാതെ അവൻ ഐസക്കിന് മുന്നിൽ വീണ്ടും എത്തി. എന്നാൽ ഇത്തവണ അവനെ പുറത്താക്കുന്നത് തടഞ്ഞ ഡാമിയൻ. പകരം എഡ്മണ്ട് തന്റെ കീഴിൽ വെറും ഒരു വേലക്കാരനായി നിൽക്കണമെന്ന നിബന്ധന അവൻ മുന്നോട്ട് വെച്ചു. ഒരു കഠാര പോലെ എഡ്മണ്ടിന്റെ അഭിമാനത്തിലേക്കാണ് അത് ആഴ്ന്നിറങ്ങിയത്. വന്യമായി ഡാമിയനെ നോക്കിക്കൊണ്ട് എഡ്മണ്ട് അതിന് സമ്മതിച്ചു. എഡ്മണ്ട് ഒരിക്കലും തനിക്ക് മുകളിൽ വരില്ലെന്ന് ഉറപ്പുവരുത്തുകയായിരുന്നു ഡാമിയൻ. പിന്നീട് രാവും പകലുമില്ലാതെയുള്ള ചൂഷണമായിരുന്നു എഡ്മണ്ട് അനുഭവിച്ചത്. പകരം ചോദിക്കാൻ ഒരു നാൾ വരുമെന്ന് ഉറപ്പിച്ച് എഡ്മണ്ട് കാത്തിരുന്നു. നാളുകൾ കടന്നുപോയി. ഒരിക്കൽ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ ഡാമിയനെ സ്വീകരിച്ചത് അളവില്ലാത്ത സ്വത്തും കൂടെ തന്റെ അച്ഛന്റെ ജീവനും കൊണ്ട് എഡ്മണ്ട് കടന്നു കളഞ്ഞു എന്ന സത്യവുമാണ്. രക്തം വാർന്നു കിടക്കുന്ന ഐസക്കിന്റെ ജഡവും പിടിച്ച് അലറിക്കറഞ്ഞ ഡാമിയൻ ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും എഡ്മണ്ടിനെ തേടിപ്പിടിച്ച് കൊല്ലുമെന്ന് ശപഥം ചെയ്തു. പക്ഷേ ഐസക് ബാക്കി വെച്ചുപോയ സാമ്രാജ്യം വീഴാതെ നിലനിർത്തേണ്ടത് ഡാമിയന്റെ ബാധ്യതയായിരുന്നു. ആ സാമ്രാജ്യം ശക്തിപ്പെടുത്താൻ ഡാമിയൻ ഇൻട്രഗേറ്റ എന്ന ഇറ്റാലിയൻ മാഫിയുമായി ചേർന്ന് ബിസിനസ് കൂടുതൽ വ്യാപിപ്പിച്ചു. പിന്നീട് അവന്റെ വളർച്ച ആരെയും ഭയപ്പെടുത്തുന്ന ഇൻഹ്യൂമൻ മൊബിലോഡ് എന്ന വിശേഷണത്തിലേക്കായിരുന്നു. ആ വളർച്ചയുടെ അടിത്തറ പകയും. പക്ഷേ എവിടെയൊക്കെ തിരഞ്ഞിട്ടും എഡ്മണ്ടിനെ കണ്ടെത്താൻ മാത്രം അവന് കഴിഞ്ഞില്ല. അങ്ങനെ നീണ്ട 12 വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു നാൾ തുടങ്ങി. ഹോട്ടലെന്താ സീൻ? റഷ്യ എന്ന് പറഞ്ഞ ചരക്ക് കപ്പലിൽ നിന്ന് പിള്ളേർക്കൊരു പയ്യനെ കിട്ടി. അവരുടെ കൂടെ ഉള്ള ആളല്ല. റഷ്യനോ? ചോദിച്ചു പിടിച്ചോണ്ടപ്പം പയ്യൻ പാതി മലയാളി. ഡാമേൻ അറിഞ്ഞോ? റെട്രോ BGM അല്ലേ? ഡാമിയൻ, പോർട്ടുന്നൊരു പയ്യനെ പൊക്കിയിട്ടുണ്ട്. നമ്മുടെ പിള്ളേര് പറയുന്നത് എഡ്മണ്ടിന്റെ അല്ല, അതാണെന്ന് ഉറപ്പൊന്നുമില്ല.
ഹീറോ ആയിട്ടില്ലേ? എഡ്മണ്ട് എവിടെ ഉണ്ടാവും? He's not Edmund anymore. We call him Icar. നീ പറഞ്ഞ ഐഗറുണ്ടല്ലോ, അവൻ ഈ നാട് വിട്ടു പോവാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. പേടി. ആ പേടിയുടെ പേരാടാ ഡാമിയൻ. ഡാമിയൻ ഐസക്. അവൻ വിചാരിക്കാതെ നിനക്ക് അവനെ ഒന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല. Because he's a fucking entity, you moron! നിനക്കൊന്നും കാണാനോ തൊടാനോ ചിന്തിക്കാൻ പോലും പറ്റത്തില്ലാത്ത ഉയരത്തിലാണ് അവൻ. ശരിക്കും റഷ്യ ഉണ്ടല്ലേ? പിന്നെ നീ പറഞ്ഞ ആ പേടി, you all guys are going to feel that pain. You fuckers! You know what I hate the most? Betrayal. And you were about to betray me. FX3 എടുത്താട്ടോ. Sir, a parcel from India. It's Bindo. നമ്മൾ വിചാരിച്ച പോലെ തന്നെ ബിൻഡോയിൽ ബോഡി പാർട്സ് വന്നിട്ടുള്ളത്. സർ, ഇനി എന്ത്? എടാ വേഗം അവിടെ. ഡാമിയൻ, ഇനി എന്താ? ഇവൻ ചത്തില്ലേ? ഇനി അവൻ വരും. നമ്മൾ ഇനി കുറച്ച് നാൾ ഇന്ത്യയിലായി. Story direction I'm a beast when I cut me loose. Aren't you worried where you are? മ്യൂസിക് അടിപൊളി, ഡയറക്റ്റ് അടിപൊളി, നായകൻ കൊള്ളാം, വില്ലൻ കൊള്ളാം, ഡയറക്ഷൻ കൊള്ളാം. എന്താ
സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കണം അവന്മാര്. VFX in the air, whispers in the alley. Fight time, punch right, that's Stanley Riley. Knives first, guns fire, blowing up the body, gonna come at you. Fire in the fucking alley. Smoke colors in the air, whispers in the alley. Fight time, punch right, that's Stanley Riley. Knives first, guns fire, blowing up the body, gonna come at you. അടിപൊളി. അടിപൊളി. ഇതിന്റെ കോസ്റ്റ് എത്രയെന്ന് പറയാം ഏകദേശം? ഞാൻ ഇതായിപ്പോ 1 ലക്ഷം രൂപയ്ക്കാണ് ഈ സിനിമ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഓമാർക്ക് 1 ലക്ഷം രൂപ ഇത് VFX ക്യാമറ വെച്ചിട്ട് ചെയ്തതാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞപ്പോ ആ ഒരു മൂഡിലെ കണ്ട, പക്ഷെ അത് സിനിമ കണ്ട ഒരു ഫീൽ ആയിട്ട്. ഇവന് ആദിക്ക് സത്യം പറഞ്ഞ ഒരു സിനിമ എടുത്ത് കൊടുക്കാല്ലേ നീ? ഒരു സിനിമ എടുക്കളായിണ്ടല്ലേ. നായകൻ വിശ്വജിത്ത് നമ്മുടെ ഫാനാക്കി. എങ്ങനെയുണ്ട് വിശ്വജിത്ത്? എങ്ങനെയുണ്ട് നായകൻ? കാസ്റ്റിംഗ് മാത്രമേ ഇത് ഒക്കെ ഫസ്റ്റാണ് കേട്ടോ. ആരും ഓൺ സ്ക്രീനിലുള്ള പ്രസൻസിലുള്ള ആരും ഇല്ല ഇതില്. ക്ലാസ് ഫസ്റ്റ് ടൈമാ. ഓക്കെ ഒറിജിനൽ റഷ്യ പിള്ളേരെ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് റെഫർ ചെയ്തത് നമ്മുടെ ദേവു ആണിരുന്നു കേട്ടോ. ദേവു ആണത് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദേവു അവിടെ ഇരിക്കുന്നു. ഇതാണ് ദേവു. ഓക്കെ, ദേവു ആണത് കാണണം, മസ്റ്റ് വാച്ചാന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് കണ്ടത്. വെർത്തായി, എവറി സെക്കൻഡ് വെർത്ത്. താങ്ക് യു. എന്തായാലും താങ്ക് യു. ആൻഡ് വി ആർ ഈഗർലി ക്ലാസിക് വെറുതെ പറയല്ല. ഇതിന്റെ വെയിറ്റിംഗ് അത് സിനിമയായിട്ട് കാണാൻ നമുക്കൊരു യോഗം ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു അല്ലേ. വി ആർ ബെസ്റ്റ് വിഷസിങ് ഫോർ ദാറ്റ് അല്ലേ. സത്യം ഇതൊരു സിനിമ ആവട്ടെ, അതിനുള്ളതുണ്ട് അല്ലേ. ക്ലാസിക് എങ്ങനെ ഉണ്ട്? അതെ അതെ സത്യം സെക്കൻഡ് ഭാഗത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളതിൽ മുഴുകിയിരുന്ന് പോവുക. ഇടയിൽ ജസ്റ്റ് ആ ഒരു നമുക്ക് ഇതിന്റെ യൂട്യൂബിന്റെ ജസ്റ്റ് ഒരു മറ്റേ ഇത് വരുമ്പോൾ അഡ്വർടൈസിങ് വരുമ്പോൾ തന്നെ ആ ഒരു ഫീൽ അത് നമുക്ക് വന്നത്. നമുക്ക് കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ണെടുക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ബോറടി ഉണ്ടായിരുന്നില്ല അല്ലേ. അതൊരു കഴിവാട്ടോ. അത് മേക്കിങ്ങിന്റെയും ആ ഒരു കഥ കൊണ്ട് സൗണ്ടിന് പ്രത്യേകിച്ച് പറയണം. സൗണ്ട് BGM അതായത് ആൽബിനോ എന്തായിരുന്നു? ആൽബിൻ, യെസ്, ആള് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എല്ലാവിധ ബ്ലാക്ക് സ്ക്വാഡിന്റെ വക പ്രൊഡക്ഷൻസിന്റെ വക എല്ലാവിധ അഭിനന്ദനങ്ങളും എല്ലാവിധ ബെസ്റ്റ് വിഷസും ഞങ്ങൾ നേരുന്നു. യെസ്, താങ്ക് യു. ഓക്കെ, ശരി. നിങ്ങളാണ് ബ്ലാക്ക് സ്ക്വാഡാണ് മെയിൻ.